അതിന്റെ ഒരു ബാധ്യതയല്ലേ. കോൺഗ്രസിന്റെ ഇത്രയും ക്ഷീണതായ ഒരു നേതാവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹത്തെ കാണുക, അദ്ദേഹത്തെ അന്വേഷിക്കുക, അതെന്തൊരു ഉത്തരവാദിത്തമില്ല. ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിക്കുന്നത്. ആ പറഞ്ഞാൽ നിങ്ങളുടെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ അങ്ങനെ ഒരു ബുദ്ധിയാ അത് വരുത്തിക്കും നമ്മൾ. അതിന് തർക്കമൊന്നുമില്ല. നിങ്ങളുടെ പറയില്ല. എന്ത് പറഞ്ഞാലും കഴുത്ത് പൊട്ടിയാൽ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ആ ശൈലിക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഐ ആം ഫുള്ളി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. മുരളീധരൻ നമ്മൾ പാർട്ടിയുടെ നേതാവായി തന്നെ തുടരും. അത് പാർട്ടി തീരുമാനിക്കും. അത് വരും. അത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല. മനസ്സിലായോ? അത് പറഞ്ഞില്ലേ, നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. നല്ലൊരു സീനിയർ ലീഡർഷിപ്പ് ഇരുന്ന് സംസാരിക്കും. ഇല്ല, അദ്ദേഹം ഒരാവശ്യം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. ഞാനായി അങ്ങോട്ട് സംസാരിച്ച് നമ്മൾ അതിനെ ഏൽപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് പോകണം. എന്ത് കൺസേൺസ്? അതുണ്ടെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യുന്നേ. പാർട്ടി ചർച്ച ചെയ്യും. ഇവിടെ ഇപ്പം ആ ഒരു തോൽവി ഉണ്ടായതിൻ്റെ അകത്ത് സംഘടനാ രംഗത്തുള്ള പല പാളിച്ചയുണ്ട്. ആ പാളിച്ചയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി അതിൻ്റെ പുറത്ത് നടപടി ഉണ്ടാകും. അതൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ഉത്തരവാദിത്തമല്ലേ? അദ്ദേഹത്തിൻ്റെ വികാരം പറഞ്ഞു. അത് സ്വാഭാവികമാണ്. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അത് ചെറിയ കാര്യം. ഇപ്പം തിരിഞ്ഞു നിന്നിട്ടുണ്ട്. ചുമരോടാകും ഒരു മണ്ഡലം തീരുമാനമായിട്ടില്ല. തീരുമാനമൊക്കെ